ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിലൂടെ കാണിക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയാണ്. മയോണൈസ് അതല്ലെങ്കിൽ നമ്മൾ മയോ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മയോണൈസ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, നമുക്ക് ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് മുട്ട, അതുപോലെ തന്നെ ഓയിൽ, വിനീഗർ എന്നുള്ളതൊക്കെയാണ്. പിന്നെ നമ്മൾ മയോണൈസിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു മയോണൈസ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മിക്സിയിലാണ്. മിക്സിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡറോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് പ്രോസസ്സറോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ വളരെ ചെറിയ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 2 എഗ്ഗ് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കോമൺ ആയിട്ടും നമ്മുടെ ഈ ഒരു മയോണൈസ് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എഗ്ഗിൻ്റെ മഞ്ഞ, എഗ് യോക്ക് മാത്രം വെച്ചിട്ട് ചെയ്യാം. രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ടും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു മുട്ട നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചേർക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ വൈറ്റും, അതായത് മഞ്ഞ ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം, അങ്ങനെയാണ് ചേർക്കുന്നത്. 2 മുട്ട മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബ്രേക്ക് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു മഞ്ഞ മാറ്റിയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 2 മഞ്ഞ കൂടെ ചേരുമ്പം ആക്ച്വലി അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. അപ്പോൾ എനിക്ക് ആ ഒരു മുട്ടയുടെ വെള്ളയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ ഒരു മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മയോണൈസിൽ ചേർക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്ന്. കാരണം അതൊരു എമൾസിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മുടെ മയോണൈസിൽ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ, അതായത് സുർക്കയാണ്. അത് നിങ്ങൾക്ക് പകരമായിട്ട് നാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം തന്നെ നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. വളരെ ചെറിയ സ്പീഡിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു മയോണൈസ് തയ്യാറാക്കുമ്പോൾ ത്രൂ ഔട്ടായിട്ട് നമ്മൾ വളരെ ചെറിയ സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ. ഒന്നല്ലെങ്കിൽ വിപ്പ് മോഡിലിട്ടിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വളരെ ലോ സ്പീഡിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ അതുപോലുള്ള ഓയിൽ, അതായത് ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ള ഓയിൽ യൂസ് ചെയ്യരുത്, വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും പകുതി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓയിൽ ചേർക്കുന്നത് കുറേശ്ശെ ചേർത്തിയിട്ട് വളരെ ലോ സ്പീഡിലാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചേർത്തി വളരെ ചെറിയ സ്പീഡിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓയിൽ കൂടെ ചേർത്തിയിട്ട് വീണ്ടും നമുക്ക് ലോ സ്പീഡിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നിർത്താം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സാലഡിലേക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. പക്ഷെ നമുക്കൊരു സാൻഡ്വിച്ചിലേക്ക് സ്പ്രെഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ടവർക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കൂടെ വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചേർക്കുന്നത് 1 കപ്പ്, നമ്മുടെ 250 ml കപ്പിന് 1 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും വിപ്പ് മോഡിലിട്ടിട്ടാണ് ഞാനത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്, അതല്ലെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് എടുക്കുക. അപ്പോൾ കണ്ടോ, നന്നായിട്ടൊരു തിക്കായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ, നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്കൊരു എന്താ പറയുക, നമ്മൾ സോസൊക്കെ നമ്മുടെ ബോട്ടിലിൽ നിന്ന് പിഴിഞ്ഞെടുക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റായിട്ട്. കണ്ടല്ലോ, പെട്ടെന്ന് വീഴാതെ ആ ഒരു നല്ല ക്രീമി ആയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള, ഇതിലും കൂടുതൽ തിക്കാക്കിയിട്ട് എടുക്കാം. ചിലർക്ക് കുറച്ചും കൂടി തിക്കായിട്ടൊക്കെയാണ് ഇഷ്ടം. സ്റ്റാർട്ടറൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ തിക്കാവേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു മയോണൈസ് നമ്മൾ വളരെ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് അങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ മയോണൈസിലേക്ക് മസ്റ്റാർഡ് കൂടെ ഉണ്ടാവും. അതായത് മസ്റ്റാർഡ് പേസ്റ്റോ മസ്റ്റാർഡ് സീഡ്സ് കൂടെ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ കടുക് ഉണ്ടല്ലോ, കടുകിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഞാൻ ബർഗർ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പം മാത്രമാണ് ആഡ് ചെയ്യാറ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു 1 ടീസ്പൂൺ നമ്മുടെ മയോണൈസ് ബ്ലെൻഡ് ചെയ്ത സമയത്ത് ചേർക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അതല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മയോണൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് ചേർക്കാതെയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ്. നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിൽ നമ്മൾ ഏത് ടൈപ്പ് സാൻഡ്വിച്ച് ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഫില്ലിങ്ങിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സാലഡിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ടേസ്റ്റിയാണ്. അതുപോലെ നമ്മളിപ്പം ഫ്രഞ്ച് ഫ്രൈസ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റാർട്ടർ കഴിക്കുമ്പോൾ ഡിപ്പ് ചെയ്യാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി, നമ്മളിതിനകത്തേക്ക് എടുക്കുന്ന മുട്ട നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല ടെക്സ്ചറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ ഒരു 2-3 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം ഈ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.